18 വയസ്സ് പൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചൊരിടത്ത് പോയി താമസിച്ചാൽ അതിനകത്തൊരു ഒഫൻസ് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു സമ്മതത്തോടു കൂടിയ സെക്ഷൽ ആക്ടിവിറ്റി റേപ്പിന്റെ പരിധിയിൽ വരില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് യഥേഷ്ടം ഇറങ്ങി നടക്കാം, അദ്ദേഹത്തിന് തടയാൻ കഴിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഇതിനകത്ത് മുന്നോട്ട് പോകാൻ. ഈ കൺസെൻഷ്യൽ സെക്ഷൽ ഉണ്ടായാൽ അതൊരു ഒഫൻസ് അല്ല. അന്നേരം അതിനൊരു ഗർഭം ഉണ്ടായാൽ അതിൽ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തിട്ട് അത് അലസിപ്പിക്കുന്നതിനും തടസ്സമില്ല. കഴിഞ്ഞ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു വിധി വന്നു. IT ഫീൽഡിലുള്ള ഒരു മേധാവി അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് വർഷങ്ങളായിട്ട് ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധം മുറിഞ്ഞപ്പം ആ പെൺകുട്ടി കേസ് കൊടുത്തു. അതൊരു കൺസെൻഷ്യൽ സെക്ഷൽ ആക്ടിവിറ്റി ആണ്, കൺസെൻറ്റോട് കൂടിയുള്ളതാണ്. അതുകൊണ്ട് ആ വിവരം സുപ്രീം കോടതി വരെ അദ്ദേഹം ജാമ്യത്തിന് പോയപ്പം സുപ്രീം കോടതി ജഡ്ജി ഇന്നലെ പറഞ്ഞ ഒരു സുപ്രധാനമായ ഒരു ഡിസിഷനുണ്ട്. അത് തമ്മിൽ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. കാരണം അതുകൊണ്ട് ഒരു മീഡിയേഷനിലേക്ക് അത് പോകണം എന്ന് സുപ്രധാനമായ ഒരു ജഡ്ജ്മെന്റ് ഇന്നലെ വന്നിരുന്നു. കാരണം അത് രണ്ടുപേരും പറഞ്ഞ് മീഡിയേഷൻ സെന്ററിൽ വെച്ച് മറ്റേ സീനിയർ അഡ്വക്കേറ്റിന്റെ സാന്നിധ്യത്തിൽ അത് പറഞ്ഞങ്ങ് തീർക്കണം. ആവശ്യമില്ലാതെ കോടതിയുടെ സമയം കഴിയരുത്. കാരണം ഇതിനകത്തൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിയമപരമായും ഭരണഘടനാപരമായും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു സമ്മതത്തോടു കൂടിയ സെക്ഷൽ ആക്ടിവിറ്റി റേപ്പിന്റെ പരിധിയിൽ വരില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇന്നലെ വേറെ ചില നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി പറഞ്ഞു. കാരണം 18 വയസ്സ് പൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചൊരിടത്ത് പോയി താമസിച്ചാൽ അതിനകത്തൊരു ഒഫൻസ് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം പ്രായപൂർത്തിയായവരാണ്. പക്ഷേ ഇന്ത്യയിലെ പ്രായപൂർത്തിയായ ആൺകുട്ടികളുടെ പ്രായം പറഞ്ഞിരിക്കുന്നത് 21. പക്ഷേ അവർ പ്രായപൂർത്തിയായെന്ന് കണക്കാക്കുന്നത് 18 വയസ്സാണ്. പക്ഷേ സീനിയർ ആയിട്ടുള്ള ഒരു ആൺകുട്ടി കല്യാണം കഴിക്കാൻ പ്രായമാകുന്ന 21 വയസ്സെന്നും പറയുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതി സുപ്രധാനമായ ഒരു നിരീക്ഷണം വീണ്ടും നടത്തിയിരിക്കുന്നു. കാരണം അതനുസരിച്ച് കാര്യങ്ങൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മുടെ വീട്ടിൽ നിന്ന് ചാടിപ്പോയി അവർ രണ്ടും ഒന്നിച്ചെവിടെയെങ്കിലും പോയി താമസിച്ചാൽ 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ രണ്ടുപേരും, അതൊരു ഒഫൻസ് അല്ല. മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്യാനൊക്കില്ല. അവർ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. അവർ സ്വതന്ത്രമായി പണം സമ്പാദിച്ച് അവരൊന്നിച്ച് ജീവിച്ചോളും. ചിലപ്പം അവർ ഒഴിവായി രണ്ടുപേരും പിരിഞ്ഞു പോയെന്നും വരും. അതൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കും ലോകത്തെല്ലായിടത്തും, ഇന്ത്യയിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് പുതിയ നിയമങ്ങളും ഡിജിറ്റൽ നിയമങ്ങളും ഇതൊക്കെ വരുമ്പം അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കാൻ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജില്ലാ കോടതികൾക്കൊക്കെ ആ ബാധ്യത അവർ അനലൈസ് ചെയ്ത് അത് നിർവഹിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ കൺസെൻഷ്യൽ സെക്ഷൽ ഉണ്ടായാൽ അതൊരു ഒഫൻസ് അല്ല. അന്നേരം അതിനൊരു ഗർഭം ഉണ്ടായാൽ അതിൽ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തിട്ട് അത് അലസിപ്പിക്കുന്നതിനും തടസ്സമില്ല എന്നല്ലേ വരുന്നുള്ളൂ. അല്ലാതെ അത് ഒരാൾ ബലം പ്രയോഗിച്ച് അത് മിസ്കാരിയേജ് നടത്തി എന്നല്ല. കാരണം ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് വീണ്ടും അനലൈസ് ചെയ്ത് ധാരാളം ചർച്ചകൾ വരും. കാരണം ആ പെൺകുട്ടിയെ ഒരു മിസ്കാരേജ് നടത്തി ഇയാൾ ബലം പ്രയോഗിച്ച് നടത്തി എന്നുള്ളതാണ്. അതൊക്കെ വേറെ ഒരു ലെവലിലോട്ട് അന്വേഷണം പോകും. പോലീസ് എന്തായാലും രണ്ടാമത്തെ കേസിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തുന്നതിന് അവർക്ക് നിയമപരമായ തടസ്സമില്ല. പക്ഷേ കോടതി സമാനമായ കേസിനകത്ത് ആദ്യത്തെ കേസിനകത്ത് ഒരു തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് പോലീസ് രാഷ്ട്രീയപരമായിട്ട് തീരുമാനമെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെള്ളത്തിലാകും. അതുകൊണ്ട് ആ ഒരു തീരുമാനം അറിഞ്ഞിട്ട് മതി ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിനെ വരുത്ത്, അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഒരു സംഭവത്തിനകത്ത് കോട്ടലക്ഷ്യത്തിലോട്ട് പോകാതെ നോക്കിക്കണം. കോടതി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തീരുമാനം ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അതിന് വിരുദ്ധമായ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടായാൽ അത് സൂക്ഷിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഇതിനകത്ത് മുന്നോട്ട് പോകാൻ. അത് തന്നെയല്ല, ഇപ്പോൾ ഈ ഒരു സംഭവം കേരളത്തിലെ സമാനമായ പല സംഭവങ്ങളും പല സിനിമാക്കാരും പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഇതുപോലെയുള്ള സംഭവം ഉണ്ടായിട്ട് ഹൈക്കോടതി അതിനൊക്കെ ജാമ്യം കൊടുത്തിട്ട് ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോട്ടെ, അത് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കേസ് ട്രയൽ നടത്തി കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള ലെവലിലോട്ട് പോയി കഴിഞ്ഞിരിക്കുന്ന പല കേസിനകത്തും. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സൂക്ഷിക്കണം. കാരണം പലർക്കും റിട്ടയർ ചെയ്ത ശേഷവും നേരത്തെയുള്ള അവർക്കെതിരായിട്ട് കൊടുത്ത പല കേസിനകത്തും ഇപ്പം അഡ്വേഴ്സായിട്ട് അവർക്ക്
പല കാര്യങ്ങളും. ഇപ്പൊ അടുത്ത ദിവസം റിട്ടയർ ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ സമയത്ത് ഒരാളെ മർദ്ദിച്ചതിന് ഇപ്പം തടവ് ശിക്ഷ 3 മാസത്തിന് വിധിച്ചത് നമ്മളിപ്പോൾ CBI കോടതി വിധിച്ചു 3 മാസം തടവ് ശിക്ഷ. അദ്ദേഹം റിട്ടയർ ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അയാൾ SHO ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആരോ മർദ്ദിച്ചിരുന്നു. അതിന്റെ CBI അതിനൊരു കേസുണ്ട്. ആ കേസിനകത്ത് ഇപ്പം കോടതി ശിക്ഷിച്ചിരിക്കുന്നു. ഏതായാലും ഇതിനകത്ത് രണ്ടാമത്തെ കേസിനകത്ത് പരാതിക്കാരി ഇതുവരെ മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അവരെ ഇനി മൊഴി കൊടുക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. അവരെ കണ്ടെത്തിയെന്നാണ് ഇതുവരെ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ പ്രേരിതമായി ഇതുപോലെയുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിധേയരാകുന്നു. അത് അവർ സൂക്ഷിക്കണം. പെൻഷൻ കിട്ടില്ല, ക്രിമിനൽ കേസുകൾ അവരുടെ പേരിലുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കണം. അതുകൊണ്ടാണ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥ അന്ന് മർദ്ദിച്ചത്, അന്നൊരു കേസെടുത്ത് മർദ്ദിച്ചതിന് ഇപ്പം CBI കോടതി 3 മാസത്തെ ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് യഥേഷ്ടം ഇറങ്ങി നടക്കാം. അദ്ദേഹത്തിന് തടയാൻ കഴിയില്ല. ഇതിനകത്ത് രാഷ്ട്രീയമായ വലിയ മാനങ്ങൾ ഉണ്ടാവും. കാരണം ഈ ഒരു കേസിനകത്ത് രാഹുൽ മാങ്കൂട്ടം ഒറ്റപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയത്ത് ആ കോൺഗ്രസിന്റെ പടു നേതൃത്വം ഉള്ള ഒരു 3-4 പേര് രാഹുൽ മാങ്കൂട്ടിനെ നിഷ്കരണം പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കാൻ അവരുടെ സ്വകാര്യത, അവരുടെ സ്വന്തം ഇഷ്ടം നടക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള വാദഗതികൾ വളരെ അധികം പ്രബലമാണ് ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ആൾക്കാരുടെ ഇടയിലും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം സാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് സുപ്രീം കോടതിയിലെ ലേറ്റസ്റ്റ് ആയ ആ വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.